ആലപ്പുഴയിലെ ഹരിപ്പാട് സർക്കാർ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. പെണ്ണുക്കര സ്വദേശിനിയായ 28-കാരിയുടെ വയറിനുള്ളിൽ പഞ്ഞി വെച്ചാണ് തുന്നിക്കെട്ടിയത്. രണ്ടാമതും ശസ്ത്രക്രിയ നടത്തി വേണ്ടി വന്നു ഈ പഞ്ഞിക്കെട്ട് പുറത്തെടുക്കാൻ. സംഭവത്തിൽ വനിതാ ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രസവശേഷം കടുത്ത വയറുവേദനയ്ക്ക് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് ചെങ്ങന്നൂർ പെണ്ണുക്കര സ്വദേശിനിയുടെ വയറ്റിൽ പഞ്ഞി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയത്. തീവ്രപരിചരണ വിഭാഗത്തിലെ ചികിത്സയ്ക്ക് ശേഷം യുവതി വീട്ടിൽ വിശ്രമത്തിലാണ്. വീട്ടുകാർ നൽകിയ പരാതിയിൽ ഹരിപ്പാട് സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. വയറ്റിൽ നല്ല നീരുണ്ടായിരുന്നു, നല്ല വേദന ഉണ്ടായിരുന്നു വയറ്റിൽ. അതിൻ്റെ കൂട്ടത്തിൽ ബ്ലഡും കുറവ്. സ്കാൻ ചെയ്യാൻ വിട്ടപ്പോൾ എൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടുന്ന് ബ്ലഡും 4 ദിവസം ബ്ലഡ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. സ്റ്റിച്ചിൻ്റെ അവിടുന്ന് സിസേറിയൻ ചെയ്തിട്ട് ഇവർ കുഞ്ഞിനെ എടുത്തു, പക്ഷേ മറ്റേ പ്ലാസൻ്റ അതിനകത്തിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തു. ഡോക്ടർ അനസ്തയാണ്. ഹരിപ്പാട് കരുവാറ്റയിലെ ദീപ ആശുപത്രിക്കെതിരെയും സമാന പരാതിയുണ്ട്. പ്രസവശേഷം വയറ്റിൽ കത്രികയാണ് മറന്നുവെച്ചത്. കുമാരപുരം സ്വദേശിനി വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ഗുരുതര അനാസ്ഥയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പനിക്ക് ചികിത്സ തേടിയ കുട്ടിയുടെ ദേഹത്ത് കിടക്കയിൽ ഉപയോഗിച്ച സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ 1 മാസത്തിന് ശേഷം DMO ആശുപത്രി സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ എന്താണ് നടപടിയെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല. നടപടി എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ സമയത്ത് ശ്രദ്ധക്കുറവുണ്ടായ അവരുടെ എന്നൊക്കെ നമ്മൾ വിശദീകരണം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും നടപടികളുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെയും പലതവണ ചികിത്സാ പിഴവ് പരാതി ഉയർന്നിരുന്നു. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതല്ലാതെ ഒരാൾക്കെതിരെയും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.